എത്ര പേർക്ക് അഗസ്തിപ്പൂ തോരനെ കുറിച്ച് അറിയാം? എനിക്കറിയാവുന്നത് കാർത്തിക് സൂര്യയുടെ വ്ളോഗുകളിലൂടെയാണ്. കാർത്തിക്കിന്റെ അമ്മ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന ഒരു തോരനാണ് ഈ അഗസ്തിപ്പൂ തോരൻ. ഇവനാണ് അഗസ്തിപ്പൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നാൾ ഞാൻ തപ്പി നടന്ന് ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. ട്രിവാൻഡ്രം ലുലു മാളിനകത്ത് ഈ ഒരു അഗസ്തിപ്പൂ വാങ്ങാൻ കിട്ടും. ഒരു പാക്കറ്റ് 59 രൂപയാണ്. ഞാൻ 2 പാക്കറ്റ് എടുത്തു. ഇതിന്റെ ഒരു റെഡ് കളറും കിട്ടാറുണ്ട്. ഞാൻ എൻ്റെ ഒരു രീതിക്ക് എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചാണ് തോരൻ ഉണ്ടാക്കുന്നത്. അത് കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് സിമ്പിളായിട്ട് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അത് നിങ്ങളുടെ ചോയ്സ് ആട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട്. ഒരു പിടി തേങ്ങ, അതിലൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, 2 പച്ചമുളക്, എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനൊക്കെ ചേർക്കാവുന്നതാണ്. പിന്നെ കുറച്ച് കരിവേപ്പില. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചമ്മന്തിക്ക് അരയ്ക്കുന്ന പോലെ ഒന്ന് അരച്ചെടുക്കുക, ഇതുപോലെ. എന്നിട്ട് ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അഗസ്തിപ്പൂ എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പൂവാണ്. അപ്പോൾ ഇതിൻ്റെ തണ്ട് എടുക്കാറുണ്ട് ചില ആൾക്കാർ. അപ്പം ഈ പാവയ്ക്കയുടെ കയ്പ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ തണ്ട് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചെറിയൊരു കയ്പ്പുണ്ടാവും, പക്ഷെ അത് ആ പാവയ്ക്കയുടെ ഒരു കയ്പ്പ് ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിപ്പോൾ ഇത് എടുക്കുന്നില്ല, കാരണം ഇച്ചായനത് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുപോലെ ഇതിനകത്തുള്ള ഒരു പൂമ്പൊടി പോലത്തെ ഒരു തണ്ടുണ്ട്, അതും കൂടെ ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും തന്നെ കയ്പുണ്ടാവില്ല. ഈ ഏതളാണ് നമുക്ക് ഈ പൂവിൻ്റെ ഏതളാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പം ഇഷ്ടമുള്ളവർക്ക് ഇതെല്ലാം ചേർക്കാം, കാരണം അത്രയും ഗുണമുള്ള ഒരു പൂവാണ് ഈ അഗസ്തിപ്പൂ എന്ന് പറയുന്നത്. നമ്മുടെ പല അസുഖങ്ങൾക്കൊക്കെ ഉള്ള ഒരു മെഡിസിൻ കൂടെയാണ്. അപ്പം ഇത് നന്നായിട്ട് തണ്ടൊക്കെ കളഞ്ഞ് ഞാൻ എന്താ പറയുക 2-3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്, കാരണം പൂമ്പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ട് എന്താ പറയുക ചെറിയ രീതിയിൽ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ ഉള്ളതുപോലെ തന്നെ ഒരു പാൻ എടുക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് ഇടുക, കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അതിൽ കുറച്ച് വെള്ള അരി ഞാൻ ഇടാറുണ്ട്. മിഴുക്കിലായാലും തോരനായാലും കുറച്ച് വെള്ള അരി ഇതുപോലെ ഇങ്ങനെ വറുത്തെടുക്കാറുണ്ട്. അപ്പോൾ അത് ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ എനിക്കത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതുകൊണ്ടാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു 3 വറ്റൽമുളക് ഇടുക. അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർക്കുക. സാധാരണ തോരനിലേക്ക് വെളുത്തുള്ളി ചേർക്കോ ഇല്ലെന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ എനിക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മിക്കതിലും വെളുത്തുള്ളി ചേർക്കാറുമുണ്ട്. വെളുത്തുള്ളി ജസ്റ്റ് വഴണ്ടി വരുമ്പോഴത്തേക്കും ഒരു 8-10 ചെറുള്ളിയും അതിലോട്ട് 2 പച്ചമുളകും ചേർത്ത് ഒന്ന് ജസ്റ്റ് വഴറ്റി എടുക്കുക കേട്ടോ. ഒരുപാട് വഴറ്റണം, ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്താൽ മതി. അതിലോട്ട് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് അത് ചേർക്കുക. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലോട്ട് അഗസ്തിപ്പൂ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അത് വഴറ്റിയെടുക്കുക കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ അരപ്പ് ചേർക്കുക. എന്നിട്ട് ഈ തേങ്ങയുടെ പച്ചപ്പ് ഒന്ന് മാറുന്ന രീതിയിൽ കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പം ഈ ഒരു അരപ്പിന്റെ പച്ചപ്പും കാര്യങ്ങളൊക്കെ മാറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു മുട്ട പൊട്ടിച്ച് ചിക്കിച്ച് അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇത് ഞാനിപ്പോൾ ഒരു വെജിറ്റേറിയൻ ഫുഡായിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ ഇതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് മുട്ടയോടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ.